നോക്കിയേ, കാണാനായാലും കണ്ട നല്ല ഭംഗിയാ. കണ്ട അതുപോലെ ചെറുതാക്കി കനം കുറച്ച് നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പില. ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ? പോയോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ ചിക്കൻ കൊണ്ടാട്ടാട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ നമ്മൾ അതിലേക്ക് എടുത്തിട്ടുള്ളത് 1.5 കിലോ ചിക്കനാണ്. ഇത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ മാറ്റി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിതാ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പ്. ഉപ്പൊക്കെ നമ്മളൊരു ഉദ്ദേശം വെച്ചിട്ട് ആട്ടിടുക. നമുക്കിതാ 1 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതാ മഞ്ഞൾപ്പൊടി ഞാനിതാ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത്രയും വേണ്ടോട്ടെ നമുക്ക് ഇതിലേക്ക്. ഇപ്പോഴത്തെ മസാല നമുക്കിതാ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മസാലയും അതായത് നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഉണ്ടല്ലോ ചിക്കൻ്റെ എല്ലായിടത്തേക്കും ആവേണ്ട രീതിയിൽ നമുക്കിതാ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതേപോലെ നോക്കി നമ്മളിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതുണ്ടല്ലോ ഒരു 20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വയ്ക്കാം കേട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിതാ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ തീ കത്തിച്ച് പാത്രം അടുപ്പത്ത് കയറ്റിട്ടുണ്ട്. ഈ പാത്രം ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നമ്മുടെ പാത്രം ചൂടായി വന്നു. നമുക്കിതാ ചിക്കൻ വറക്കാൻ ആണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. അപ്പോൾ കുറച്ച് ഈ ഒരു പാത്രത്തിൻ്റെ ഒരു പകുതിയോടെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയും വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നു. നമുക്കിത് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യണ്ട. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ തിരിച്ച് മറിച്ചൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ഈ ചിക്കനിലേക്ക് വേണ്ട മസാലകൾ എന്ന് പറയുന്നത് 3 സവാള എടുത്തിട്ടുണ്ട് നമ്മൾ. അതേപോലെ 2 തുടം വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സവാള നമുക്ക് നന്നായിട്ട് കനം കുറച്ച് തന്നെ ചെറുതാക്കി നുറുക്കിയെടുക്കാം. അതേപോലെ തന്നെ വെളുത്തുള്ളിയും വേപ്പിലയും നന്നാക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ചെയ്തെടുക്കട്ടെ. നമുക്കുണ്ടല്ലോ ഇറച്ചി ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ പല പ്രാവശ്യം നമ്മളൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടോളൂ കേട്ടോ. അപ്പോഴാണ് എല്ലാ ഭാഗം ഓരോ പോലെ വറവ് ശരിയായി വരുള്ളൂ. ഞാൻ നമ്മുടെ വെളുത്തുള്ളി ഇവിടെ നിന്ന് നന്നാക്കാണേ. നമുക്ക് വെളുത്തുള്ളിയുടെ തോട് പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയുടെ അല്ലെടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മുറിച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി കേട്ടോ. സുഖമായിട്ട് നമുക്ക് കളഞ്ഞെടുക്കാം. വെറുതെ സെൻറ്റർ ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് നോക്കിയേ, നമ്മുടെ ചിക്കൻ ഇതേപോലെ നല്ലൊരു കളർ വന്നു. ഈ സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം കേട്ടോ. നന്നായിട്ട് ചിക്കൻ ഇങ്ങനെ വറുത്ത് മുറുകി പോകരുത് കേട്ടോ. ആ രീതിയിലാണ് നമ്മൾ വറുത്തെടുക്കണേ. ഇതേപോലെ നല്ലൊരു ഗോൾഡൻ കളർ അത്രേ വരണ്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് വാർന്ന് പോകാൻ പറ്റണ ഒരു പാത്രത്തിലേക്കായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്കി എല്ലാം നമുക്ക് വറുത്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ ലാസ്റ്റത്തെ ചിക്കൻ്റെ വറുത്ത് എടുക്കൽ കഴിഞ്ഞു കേട്ടോ. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ വേഗം റെഡിയാക്കാം കേട്ടോ. സബോള നോക്കിയേ നമ്മൾ ഇതേപോലെ ചെറുതാക്കി കനം കുറച്ച് നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പിലും വെളുത്തുള്ളി നോക്കി ഇതേപോലെയായിട്ട് ചതച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് ഒരു കടായി നമ്മളിത് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ കടായി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നമ്മുടെ പാത്രത്തെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നോക്കി നമ്മളിതാ നമ്മുടെ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയിൽ നിന്ന് തന്നെ കേട്ടോ നമുക്ക് മസാലയൊക്കെ ഒന്ന് ഈ വെളിച്ചെണ്ണയിലാക്കി എടുക്കണം. അപ്പോൾ അതനുസരിച്ച് നമ്മളിതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വെളിച്ചെണ്ണയും ചൂടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മുടെ ഈ കടായും ചൂടായിരിക്കുന്നത്. കാരണം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴേക്കും തന്നെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഇതാ നമ്മുടെ സവോള അരിഞ്ഞു വേണമെന്നുണ്ടല്ലോ അപ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി വരട്ടെ. സബോളയൊക്കെ ഇട്ടിട്ട് നോക്കിയേ ഇതേപോലെ നമ്മളൊരു കളർ ചെറുതായിട്ടൊരു കളർ ഇങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ചതച്ച് വെച്ച് നമ്മുടെ വെളുത്തുള്ളിയും അതേപോലെ തന്നെ വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് നമ്മുടെ കുത്തിപ്പൊടി മുളക്. കണ്ട ഇതാണ് ഈ കുത്തിപ്പൊടി മുളക്. നമുക്കിതാ 1 2 3 ടീസ്പൂൺ കുത്തിപ്പൊടി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവണ വരെ തന്നെ ആക്കിയെടുക്കണം കേട്ടോ. നമ്മളുണ്ടല്ലോ ഇതാ സബോളയും നമ്മുടെ വെളുത്തുള്ളി വേപ്പിലൊക്കെ നോക്കിയാൽ ഇതേപോലെയാണ് കേട്ടോ നമ്മളിതാ ഒരു മൂപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മളുണ്ടല്ലോ ചിക്കനിലേക്കും പിന്നെ നമ്മൾ ഉപ്പ് ഈ സമയത്തൊക്കെ കഴിച്ച് നോക്കുക. അങ്ങനെ ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ അത് മാത്രമല്ല നമ്മൾ സോസൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും. അപ്പോൾ ലാസ്റ്റ് വേണമെങ്കിൽ അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതാ ചിക്കൻ നമ്മൾ നേരെ ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാലകളൊക്കെ ചിക്കൻ്റെ എല്ലായിടത്തേക്കും ആവേണ്ട രീതിയിൽ തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതേപോലെ നമ്മളിതാ മസാലയ്ക്ക് ചിക്കൻ്റെ എല്ലായിടത്തേക്കും ആവേണ്ട പോലെ തന്നെ നമ്മളിത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോസാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ ഇതാ ടൊമാറ്റോയുടെ കെച്ചപ്പ് ഇട്ടാ ഒരു 2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒഴിക്കുന്നത് ചില്ലി ഗാർലിക് സോസ്. അതന്നെ ഉപയോഗിച്ചോളൂ. അതിൽ ചെറിയ ചെറിയ കുരുക്കുള്ള ഈ ഒരു ടൈപ്പായിട്ടാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറ്. എനിക്ക് ഈ സോസാണ് എനിക്ക് നമ്മുടെ ചിക്കൻ കൊണ്ടായിട്ട് ഉണ്ടാക്കുമ്പോൾ ഈ സോസ് ഒഴിക്കുമ്പോഴാണ് എനിക്ക് അതിൻ്റെ നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇതാ ഉപയോഗിക്കാറ്. ചില്ലി ഗാർലിക് സോസ് ഇതേപോലെ നമ്മുടെ മുളകിൻ്റെ കുരുക്കുള്ള ടൈപ്പുള്ള സോസ്. അപ്പോൾ അതൊരു 4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വരെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാനിതാ ഒരു ഉദ്ദേശം കണ്ടിട്ടാണ് 4 ടീസ്പൂൺ ഒഴിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നോക്കിയേ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടോ. എത്ര ഉള്ളൂ കേട്ടോ. ഭയങ്കര എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ. സോസ് ഞാൻ പറഞ്ഞ സോസ് തന്നെ ഉപയോഗിച്ചോളൂ. എങ്കിൽ മാത്രമാണ് ആ ഒരു ടേസ്റ്റ് കിട്ടണുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ കൊണ്ടാട്ടം ഇതാ റെഡിയായി. നോക്കിയേ കാണാനായാലും കണ്ട നല്ല ഭംഗിയാണ് കണ്ട.
ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷാറ്റിന് അടിച്ചിട്ട് വരാം കേട്ടോ. ചേണ്ടാ ചോറ് മാതിരി തരുന്നത്. അല്ല ഈ ചിക്കൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ കഴിക്കാം, അതാണ് ചോറ് എടുക്കാതിരുന്നത്, അല്ലെങ്കിൽ വേറെ ഒന്നും. ഇത് അടിപൊളി. ഇതെന്ന് പറഞ്ഞാലേ പ്രത്യേകത, ഞങ്ങൾ മാസത്തിൽ ഒരിക്കലും ഇങ്ങനെ എന്തായാലും ഇത് ഉണ്ടാക്കിയിരിക്കും. ഏറ്റവും കൂടുതൽ ഉണ്ടാക്കണതാ. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് കാരണം. ചൂട് ആ ചൂടുണ്ടാവും. ശരിക്കും ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാം, പെട്ടെന്ന് കഴിയില്ല ഇത്. അപ്പം എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളാം. അത്ര രസമായിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് ചോറൊന്നും വേണ്ട, ഇത് തന്നെ ഇരുന്ന് കഴിക്കാനാ. ഗസ്റ്റുകളൊക്കെ വരുമ്പോഴേ നമുക്ക് പെട്ടെന്ന് തന്നെ ആക്കി കൊടുക്കാൻ പറ്റണതാട്ടാ. അത്ര രസം. അപ്പം നിർത്തല്ലേ? അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ കേട്ടിട്ടാ.